പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 27-ാം തിരുവചനമാണ് ഇന്ന് നാം വിചിന്തനത്തിനായി എടുത്തിരിക്കുന്നത്. നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ തരുന്ന നിത്യജീവൻ്റെ അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുവിൻ. നമ്മുടെ ശരീരത്തിൽ ജീവൻ നിലനിർത്താൻ ശരീരത്തിന് അപ്പം അഥവാ ആഹാരം ആവശ്യമാണ്. അത് ആവശ്യമാണ് എന്നുള്ളത് നമ്മെ സൃഷ്ടിച്ച ദൈവത്തിന് അറിയാം. അത് സമ്പാദിക്കാൻ വേണ്ടി അധ്വാനിക്കേണ്ട എന്നല്ല യേശു പഠിപ്പിച്ചത്. അതിനേക്കാൾ ഉപരിയായി യേശു തരുന്ന നിത്യജീവൻ്റെ അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുവിൻ എന്നാണ് യേശു നമ്മെ പഠിപ്പിക്കുന്നത്. ഒരിക്കലും നശിച്ചു പോകാത്ത നമ്മുടെ ആത്മാവിൻ്റെ നിത്യജീവന് വേണ്ടിയുള്ള അധ്വാനമാണ് നാം ഈ ഭൂമിയിൽ നടത്തേണ്ടത്. ഈ ഭൂമിയിലെ നമ്മുടെ ജീവിതത്തിൽ ആത്മരക്ഷയ്ക്കാണ് നാം കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കേണ്ടതെന്ന് യേശുനാഥൻ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 26-ൽ തിരുവചനം പറയുന്നു, ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്തു പ്രയോജനം? ഒരുവൻ സ്വന്തം ആത്മാവിന് പകരമായി എന്തു കൊടുക്കും? അനേകം വിശുദ്ധന്മാരെ സഭയ്ക്ക് നേടാൻ കഴിഞ്ഞ ഒരു ദൈവവചനമാണിത്. ഈ ലോകത്തിൽ നേട്ടങ്ങൾ ഉണ്ടാക്കണം, പണം സമ്പാദിക്കണം, പേരും പ്രശസ്തിയും നേടണം, ലോകത്തിൻ്റെ കയ്യടി നേടിയെടുക്കണം, അംഗീകാരം നേടിയെടുക്കണം, വലിയ വീടും വാഹനങ്ങളും കൈക്കലാക്കണം, മക്കളെ പഠിപ്പിച്ച് ഉയർന്ന ഉദ്യോഗസ്ഥരാക്കണം, അവരുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തണം. ഈ ചിന്തകളൊക്കെ നമ്മെ വല്ലാതെ ഭരിക്കുന്നത് കൊണ്ട് നാം അവയ്ക്ക് വേണ്ടിയാണ് കഠിനാധ്വാനം ചെയ്യുന്നത്. ഈ ചിന്തകളൊക്കെ നല്ലത് തന്നെയാണ്. ഒരു പരിധി വരെ ഇവയൊക്കെ ആവശ്യവുമാണ്. എന്നാൽ ഇവയെല്ലാം നശ്വരങ്ങളാണ്. ഇവയൊന്നും നമ്മുടെ ആത്മാക്കളെ രക്ഷിക്കുവാനായിട്ട് ഉതകുന്നില്ല. നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതം അവസാനിക്കുമ്പോൾ ഇവയെല്ലാം നാം ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും. ഈ സത്യം നാം മനസ്സിലാക്കി ഈ ഭൂമിയിലെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് നാം ചെയ്യേണ്ടത്. നമ്മിൽ പലരും ചിന്തിക്കുന്നത് ഈ ലോകത്തിൽ ജീവിതത്തെ അടിച്ചു പൊളിച്ച് ഭംഗിയാക്കി ജീവിതത്തിലെ എല്ലാ സുഖങ്ങളും ആസ്വദിച്ച് മുന്നോട്ട് പോകണം എന്നാണ്. കാരണം ഈ ലോകത്തിനപ്പുറം ഒരു ലോകമുണ്ടോ, ഒരു ജീവിതമുണ്ടോ എന്ന് ചിന്തിക്കുന്ന ധാരാളം വ്യക്തികൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇതിനൊക്കെ മരണാനന്തര ജീവിതത്തിന് എന്താണ് ഒരു ഉറപ്പ് എന്ന് ചിന്തിച്ച് വിഷമിക്കുന്നവർക്കുള്ള ഉത്തരം യേശുനാഥൻ നൽകുന്നുണ്ട്. ഞാൻ വീണ്ടും വരും നിങ്ങളെയും കൂട്ടിക്കൊണ്ടു പോകാൻ എന്നാണ് യേശുനാഥൻ പറയുന്നത്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള തിരുവചനങ്ങളിലൂടെ അത് വ്യക്തമാക്കുന്നുണ്ട്. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാക്കേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടു പോകും. അപ്പോൾ യേശുനാഥൻ വീണ്ടും വരുമ്പോൾ, നമ്മെ കൂട്ടിക്കൊണ്ടു പോകാൻ വരുമ്പോൾ, നാം യേശുവിനോടൊപ്പം ഇരിക്കാനുള്ള യോഗ്യത ഈ ഭൂമിയിലെ ജീവിതത്തിൽ നാം നേടിയെടുക്കേണ്ടതുണ്ട്. ഈ ഭൂമിയിൽ നമുക്ക് ജീവിക്കാനുള്ള അവസരം ഒരേ ഒരു അവസരമേ ഉള്ളൂ. പിന്നീട് നമുക്ക് നന്നാകാം എന്ന് വിചാരിച്ചാൽ അത് സാധിക്കുകയില്ല. ഒരേ ഒരു ജന്മമാണ് യേശുനാഥൻ നമുക്ക് ഈ ഭൂമിയിൽ നൽകിയിട്ടുള്ളത്. നമ്മുടെ ആത്മാക്കളെ അസൂയയോടെ
ദൈവം അഭിലഷിക്കുന്നു എന്ന് വിശുദ്ധ യാക്കോബിൻ്റെ 4-ാം ലേഖനം 5-ാം തിരുവചനത്തിൽ പറയുന്നുണ്ട്. അത് നമുക്ക് മറക്കാതിരിക്കാം. നമ്മുടെ ആത്മരക്ഷയെ മുൻനിർത്തി നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കാം. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.